ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടരുകയാണ്. ഇന്ന് 9ാം ദിവസമാണ്. ഇന്ന് 10ാം ദിവസമാണ്. ഇന്നലെ 9ാം ദിവസത്തിൽ ദർശനത്തിനെത്തിയത് 1 ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം MG പ്രതീഷ് വരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇന്നലെ 1 ലക്ഷം കടന്നപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കരുത്തോടെ കൊണ്ടുപോകാൻ ബോർഡ് അധികൃതർക്ക് കഴിഞ്ഞോ? എന്താണ് വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ തിരക്കേറുകയാണ്. പക്ഷേ തിരക്ക് വർദ്ധിക്കുമ്പോഴും തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ സീസൺ ആരംഭിച്ച ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയ ദിവസം ഇന്നലെയായിരുന്നു. 1,17,369 തീർത്ഥാടകരാണ് ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയത്. ഈ സീസൺ തുടങ്ങി 2 ദിവസം മാത്രമാണ് 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ പോയത്. അത് വൃശ്ചിക മാസം 1-ാം തീയതി 1,07,000 തീർത്ഥാടകർ ദർശനം നടത്തിയിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് വലിയ തിരക്കും ബുദ്ധിമുട്ടുകളും സന്നിധാനത്ത് ഭക്തർക്ക് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ആ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടുകൂടി തന്നെ ബുദ്ധിമുട്ടുകളില്ലാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തിരക്ക് ഉണ്ടായ ഇന്നലെ പോലും തീർത്ഥാടകർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കുറച്ച് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ പോലും വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഇന്ന് 5 മണിക്കൂർ വരെ തീർത്ഥാടകരുടെ കാത്തിരിപ്പ് നീളുന്നുണ്ട്. മരക്കൂട്ടത്തും വരെ ഇപ്പോൾ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. പക്ഷേ കൃത്യമായി തീർത്ഥാടകരെ ക്രമീകരിച്ചുകൊണ്ട് നിയന്ത്രണങ്ങളോടെ ഇടവേളകളോടെ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയാണ്. 18ാം പടിക്ക് താഴെ തീർത്ഥാടകർ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തീർത്ഥാടകർ പങ്കുവയ്ക്കുന്നില്ല. 5000 ആണ് ഇന്ന് സ്പോട്ട് ബുക്കിംഗ് ആയി അനുവദിച്ചിരിക്കുന്നത്. തിരക്ക് കൂടിയതോടുകൂടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 70,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴിയും 5000 തീർത്ഥാടകർക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ഇന്ന് ദർശനം അനുവദിക്കുന്നത്. ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് ദേവസ്വം ബോർഡിന്റെ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. K. ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ ശേഷമുള്ള സമ്പൂർണ്ണ ബോർഡ് യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഏകദേശം 30ഓളം അജണ്ടകളാണ് ബോർഡ് യോഗത്തിലുള്ളത്. നേരത്തെ തന്റെ അറിവോടെ അല്ലാതെ അജണ്ടകൾ തീരുമാനിക്കരുതെന്ന നിർദ്ദേശം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. പ്രധാനമായും ശബരിമലയുമായി ബന്ധപ്പെട്ടായിരിക്കും ഇന്നത്തെ ബോർഡ് യോഗം ചർച്ച ചെയ്യുന്നത്. നിലയ്ക്കൽ ഉൾപ്പെടെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം ഇന്നത്തെ ബോർഡ് ചർച്ച ചെയ്യും. നിലവിൽ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വളരെ സംതൃപ്തിയോടുകൂടി തന്നെ തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുകയാണ്. ഓക്കെ, MG പ്രതീക്ഷയാണ് വിവരം നൽകിയത്. 1 ലക്ഷത്തിലധികം ആളുകൾ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടും എല്ലാ ക്രമീകരണങ്ങളും പ്രോപ്പറായി നടന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.